Hi friends, welcome back to Greenpeas Food and Tips. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തലശ്ശേരി ഭാഗത്തൊക്കെ പുതിയാപ്ല സൽക്കാരത്തിലും അതുപോലെ മലബാർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്ത് വടകര എല്ലാ സ്ഥലത്തും ഇഫ്താർ മീറ്റിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ ഉന്നക്കായാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അത് എങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ഇതിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 4 കായ് നേന്ത്രപ്പഴം, ഇതൊരു 600 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഇത് അധികം പഴുക്കാത്ത ഒരു മീഡിയം പഴുപ്പാണ് നമുക്ക് ആവശ്യം. അധികം പഴുത്ത പഴം എടുത്തു കഴിഞ്ഞാൽ അത് അവിൽ വേവിക്കുന്ന സമയത്ത് വെന്ത് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റെഡിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് മീഡിയം പഴുപ്പിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 10 ഗ്രാം മുന്തിരി, ഒരു 10 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച്, പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, പിന്നെ 6 kg. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയൊരു ഇഡ്ഡലി ചെമ്പ് എടുത്താണ്. ഇത് ആ പഴം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു ഇഡ്ഡലി ചെമ്പ് എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചിന്, എന്നിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലെ മൂടി മാത്രം വെച്ചങ്ങായിട്ട് അതിലേക്ക് പഴം ഇതുപോലെ 2 സൈഡും കട്ട് ചെയ്തങ്ങായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ പഴം ഇവിടെ പുഴുങ്ങാൻ വെച്ചാണ്. ആ സമയത്തോണ്ട് നമുക്ക് ആ പഴം വെന്ത് റെഡിയാണ് സമയത്തോണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയ ഉന്നക്കായൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയ ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു ചെമ്പെടുത്തങ്ങായിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചത്. എന്നിട്ട് നല്ലോണം നെയ്യൊന്ന് ചൂടായി വരുന്നവരെ കാത്തുക. അതിലേക്ക് ഈ അണ്ടിപ്പരിപ്പ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്കമുന്തിരിയും, ഇത് രണ്ടും കൂടി ഇട്ട് ചെറുങ്ങനെ ഒന്ന് വറുക്കുക. ഇനി ഇത് അധികം കളർ മാറണ്ട, ചെറുങ്ങനൊന്ന് വറുത്തിച്ചാൽ ഇനി നമ്മൾ നേരത്തെ ചെറുകി വെച്ചാൽ തേങ്ങ എടുത്തങ്ങായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ കൂടി ഒന്ന് ഇതോണം വറുത്തെടുക്കാമല്ലോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് ഒന്ന് മുന്നിലായി കാണേണ്ടത്, ഒരു മുൻതൂക്കായി കാണേണ്ടത്. തേങ്ങ അല്ല അധികം വേണ്ടിയത്, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് അധികമായിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങനെ കാട്ടിയും. തേങ്ങ നമ്മൾ അരമുറി തേങ്ങ എടുത്തു കഴിഞ്ഞാലും അത് വറക്കണേരെ കുറച്ച് ചുരുങ്ങും, ചെറുതായി അളവ് കുറയും. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും അധികമായിട്ട് കാണാം നമുക്ക്. അപ്പോൾ നമ്മളെ തേങ്ങ ഈ ഒരു കളറിലാണ് കിട്ടുന്നത്, ചെറിയൊരു ബ്രൗണി കളറിൽ. ഇനി അതിലേക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ പഞ്ചസാര ഇട്ടങ്ങായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തങ്ങായിട്ട് അവിടെ വെക്കുക. ഇത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ പഴം ഞാൻ ഒരു 20 മിനിറ്റോളം വേവിച്ച് പഴം നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്, വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പഴം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ആവശ്യം എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. ഇനി ഈ പഴം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് തോല് ഒഴിച്ചെടുക്കണം. ഇനി ഈ തോല് ഒഴിച്ച പഴം നമുക്ക് ഒന്ന് ഉടച്ച് ഒരു മാവാക്കി എടുക്കണം. പത്തിരികയൊക്കെ വെക്കും പോലുള്ള
ഒരു മാവാക്കി എടുക്കാം, നല്ലോണം ഉടച്ചിട്ട്. ചെറിയ ചൂട് ചെയ്യുന്നതാണ് നല്ല ബെസ്റ്റ്. കാരണം എന്താ വെച്ചാൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ല ഉറപ്പായി വരും. അപ്പോൾ ചെറിയ ചൂട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് പൊടിഞ്ഞിട്ടു. അപ്പോൾ ഞാൻ എന്താ ഈ പഴം ഇതുപോലൊരു മാവാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇതിൽ കട്ടയൊന്നും തിരയില്ല, നല്ലോണം ഉടച്ചിങ്ങായിട്ട് തന്നെ എടുത്തിട്ടുണ്ടോ. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറച്ച് മാവ് എടുക്കുക. ഇതുപോലത്തെ ഒരു ഉണ്ടാക്കിയെടുക്കുക മാവ്. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തങ്ങായിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്തത് ഞാൻ. ഇനി ഇതെടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഫില്ലിങ് എടുത്തങ്ങായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കുക. അധികം അങ്ങോട്ട് കുത്തി നിറയ്ക്കേണ്ട, നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായി വരും, മടുക്കാൻ ബുദ്ധിമുട്ടാവും. എന്നിട്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് വിരലോണ്ട് പ്രസ് ചെയ്തങ്ങായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഉരുട്ടി നമുക്ക് വേണ്ടിയ ഷേപ്പിലാക്കാം. ഇത് നിങ്ങൾ കുറച്ച് നീളം കൂടിയെന്നോ അല്ലെ കുറഞ്ഞെന്നോ വിചാരിച്ച ഒരു പ്രശ്നവുമില്ല. ഇതിന് പ്രത്യേകിച്ച് അളവും കാര്യമൊന്നുമില്ല. അവനാണ് വേണ്ടിയ സൈസിൽ വീട്ടിലുണ്ടാക്കാം. നമ്മൾ എടുക്കുന്ന പഴത്തിൻ്റെയും മാവിൻ്റെയും അളവനുസരിച്ച് വേണ്ടിയ സൈസിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഒരു ഉന്നക്കായ ഇവിടെ റെഡി ആയി കഴിഞ്ഞാണ്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇതുപോലെ 8 എണ്ണം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തതാണ് ഫുള്ളായിട്ട്. ആ കറക്റ്റ് മാവ് പഴവും എല്ലാം കറക്റ്റായിട്ടാണ് വന്നത്. ഇനി ഇത് കുറച്ച് നല്ല സൈസിലാണുള്ളത്. ചെറുതാക്കുകയാണെങ്കിൽ 12ഉം 13ഉം ഒക്കെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടുകളിലെ സൈസിലാണെങ്കിൽ. ഇത് ഞാൻ കുറച്ച് വലുതാക്കി തന്നെ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് 8 എണ്ണം കിട്ടിയത്. ഇനി ഇത് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാനായിട്ട് പൊരിച്ചെടുക്കാൻ 2 രീതികളുണ്ട്. ഒന്ന്, ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ നെയ്യ് ഒഴിച്ചിട്ട്, നെയ്യോ ബട്ടറോ ഏതെങ്കിലും ഒഴിച്ചിട്ട് അതിൽ നിന്ന് ചെറുങ്ങനെ പൊരിച്ചെടുക്കുക. അത് ഓവറായിട്ട് അധികമായിട്ട് എണ്ണ ഒഴിക്കാതെ പൊരിച്ചെടുക്കുക. പിന്നെ അല്ലാതെ നല്ല രീതിയിൽ ഓയിൽ ഒഴിച്ചിങ്ങായിട്ട് അതിൽ മുക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാനിതെങ്ങനെ പൊരിച്ചെടുക്കാൻ പോകണമെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് നെയ്യ്, 6 kg ആണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഉന്നക്കായ ഓരോന്നെടുത്തങ്ങായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്താ അടിച്ച് വെക്കൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുത്തായി. അടിഭാഗം ഒരു ബ്രൗൺ കളറായി വരുന്ന നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗവും ഒരേ കളറാകുന്ന രീതിയിൽ ഒരേ ബ്രൗൺ കളറാക്കിയതിന് ശേഷം അത് കോരിയെടുക്കുക. ഈ ഉന്നക്കായ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടിയത്. നല്ല അടിപൊളി സോഫ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ആ വറുത്ത തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യും എല്ലാം കൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെ നാവിലുണ്ടാവുന്നുള്ളത് 100% ഗ്യാരണ്ടി അത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു അടിപൊളി ചായയും കൂടിയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഏലക്കായ ഇട്ടുങ്ങായിട്ട് തിളപ്പിച്ച ചായ. ഇത് നല്ല പാല് കട്ടിയിൽ തന്നെയുള്ള ചായയാണ്. ഇതിൽ ഞാൻ കുറഞ്ഞ വെള്ളം ഒഴിച്ചുള്ളൂ. ഏലക്കായ ഇടുമ്പോൾ നല്ല കട്ടിയുള്ള ചായ തന്നെ വേണം, അതിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ ഇതെല്ലാം കൂടി നെയ്യിൽ വറുത്ത് നല്ല സോഫ്റ്റ് പഴവും ഏലക്കായൻ്റെ പൊടിയിട്ട ചായ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. ഇനി ഒരു അടിപൊളി ഐറ്റമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം.